ചിപ്പഞ്ചിറ പാലം താഴെ വാമനാപുരം നദി ഒഴുകുന്നു. ഒറ്റയ്ക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഓരോ ചായ കുടിക്കുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഓർക്കും. ഒരുപക്ഷെ നിങ്ങളില്ലെങ്കിൽ ഞാനുമില്ല, ഈ സാഫ്രോൺ ചാനലുമില്ല. ചേച്ചി, ഒരു മീഡിയം ചായ വിത്തൗട്ട്. ഒരു കൊച്ചു മിടുക്കിയുടെ ചിത്രമാണ് ചുവരിൽ. 100% മാർക്ക് നേടി +2. അറിവാണ് പ്രത്യക്ഷമായ ദൈവം, അതില്ലെങ്കിൽ കൂരിരുൾ മാത്രം. പിന്നെ എന്താ ചായ വിത്തൗട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും. അത് കേൾക്കുമ്പോൾ ഡയബറ്റിക് ആണോ എന്ന് ആലോചിക്കും അല്ലേ? ഡയബറ്റിക്കൊന്നുമല്ല. പിന്നെ ഡയബറ്റിക്കിന് മാത്രമല്ല, കുടവയറിനും ഫാറ്റി ലിവറിനും കൈകാൽ തരിപ്പ്, കഴപ്പ്, സ്ഥിരം ക്ഷീണം, പിന്നെന്തിനാ സ്ട്രോക്കിന് വരെ ഈ പഞ്ചസാര കാരണമാണെന്ന് ശാസ്ത്ര പഠനങ്ങളുണ്ടല്ലോ. വഴിയോര കാഴ്ചകളിൽ പരിമിതികളുടെ ലോകത്ത് തളച്ചിടാത്തവരെ കാണുമ്പോൾ വല്ലാത്ത ഇൻസ്പിരേഷനാണ്. നിറം, വൈകല്യങ്ങൾ, ദാരിദ്ര്യം ഇവയൊന്നും ഒന്നിനും പരിമിതിയല്ല. ഈ തിരിച്ചറിവ് വരുമ്പോൾ ജീവിതം വൈകിപ്പോകും എന്നുള്ളതാണ് ഒരേ ഒരു പരിമിതി. പച്ചപ്പിനെ വകന്നുമാറ്റി മുന്നിലേക്ക് നീളുന്ന നാട്ടുപാത. പാലോട് കുളത്തൂപ്പുഴ റൂട്ടിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഓന്തുപച്ച വഴി ആനക്കുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു കാണും. മഴയില്ലാത്ത തെളിഞ്ഞ മനോഹരമായ ആകാശം. മലയോര മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സ്ഥിരം മഴയാണ്. ഓരോ യാത്രയിലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ട് എന്നാണ്. ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 37,000 ആൾക്കാർ. പക്ഷെ വീഡിയോ കാണുന്നവർ തുലവും കുറവാണ്. കാണുന്നവരിൽ തന്നെ പൂർണ്ണമായി കാണുന്നവർ താരതമ്യേന വിരളമാണ്. ഇനി അതിൽ എന്തെങ്കിലും നല്ലൊരു കമൻറ്റ് തരുന്നവർ, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ അതിലും വിരളമാണ്. എല്ലാവർക്കും ജീവിതം ധൃതിയാണ്, അത് എനിക്ക് മനസ്സിലാകും. പക്ഷേ എനിക്ക് ഇത് എൻ്റെ പാഷനാണ്. നിങ്ങൾ ഇത് കാണുക എന്നുള്ളത് എൻ്റെ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ നിർബന്ധിക്കില്ല. ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്ന് തോന്നിപ്പോകും. ഓരോ വിഷ്വൽ ഫ്രെയിമിലും പ്രകൃതി വരച്ച മനോഹരമായ എണ്ണ ഛായാചിത്രങ്ങൾ. പിന്നെ ഈ വീഡിയോ മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഒരു മ്യൂസിക് ചതിച്ചു, കോപ്പിറൈറ്റ് അടിച്ചു. അതാണ് ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി വിവരണം നൽകി വീണ്ടും എയർ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ കുറേ ദൂരം പിന്നിടുമ്പോൾ മനുഷ്യവാസത്തിൻ്റെ മേഖലകൾ പൂർണ്ണമായി മാഞ്ഞു തുടങ്ങി. മണ്ണിൻ്റെ ഊഷരമായ ചെമപ്പും മൂടി നിൽക്കുന്ന പച്ചപ്പും മാത്രം. ഓന്തുപച്ച, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ശരിക്കും നാമത്തെ അന്വർത്ഥമാക്കുന്ന പ്രകൃതി. ഒരു വനത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അന്തരീക്ഷത്തിനാകെ ഒരു തണുപ്പ്. കാറിൽ AC ഇടാതെ വിൻഡോ ഓപ്പണാക്കി സുഖമായി ഡ്രൈവ് ചെയ്യാം. ചിലർ ചിന്തിക്കും, എല്ലാ വനവും ഒന്നുപോലെയല്ലേ, എല്ലാ പാറമുട്ടകളും ഒന്നുപോലെയല്ലേ എന്ന്. എന്നാൽ ഞാനന്ന് ചോദിക്കട്ടെ, എല്ലാ മനുഷ്യരും ഒന്നുപോലെയല്ലേ? എല്ലാ പുരുഷന്മാരും ഒന്നുപോലെയല്ലേ? എല്ലാ സ്ത്രീകളും ഒന്നുപോലെയല്ലേ? ആണോ? ഒരേപോലെ ആരെങ്കിലും ഉണ്ടോ? എല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ കാഴ്ചയിൽ ഒന്നുപോലെ തോന്നുമെങ്കിലും അനുഭവിച്ചറിയുമ്പോൾ അജഗജാന്തരം വേറിട്ടവയാണ്. ക്യാമറ പുറത്തേക്ക് നീട്ടി ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, മേ ബി ഒരു ഭ്രാന്തൻ, പോണെന്ന് ആ ചേച്ചിമാർ പറഞ്ഞു ആവോ? അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ ചേച്ചിമാർ. എൻ്റെ വീഡിയോയിൽ ഒന്നാകെ ഞാൻ ഉൾപ്പെടുത്തുന്ന പദപ്രയോഗങ്ങളും എൻ്റെ ശൈലിയുമൊക്കെ ചിലർ പറയും സാഹിത്യം അതിര് കടക്കുന്നുവെന്ന്. ക്ഷമിക്കണം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് എൻ്റെ അയനമാണ്, എൻ്റെ യാത്ര. അതിൽ എൻ്റെ പച്ചയായ ജീവിതത്തിൻ്റെ ബാഹ്യസ്ഫുരണങ്ങളെ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞാൽ അത് എന്നോട് മാപ്പ് തരിക മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷനുള്ളൂ. എൻ്റെ രീതി ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. പച്ചപ്പും നിഴൽ ചിത്രങ്ങളും കാഴ്ചയ്ക്ക് അനവധ്യ മധുരം നൽകുന്ന ഒരു ഗ്രാമം.
നമ്മൾ ആനകുളം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് മുൻപേ പറഞ്ഞല്ലോ. അവിടെ കുടുക്കത്തുപാറ എന്ന വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടുണ്ട്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതങ്ങനെ ആസ്വദിക്കാം. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വെർജിൻ നാച്ചർ അതങ്ങനെ ആസ്വദിക്കാം. പിന്നെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ എന്നെപ്പോലെ, അല്ലെങ്കിൽ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് ഏതാനും നിമിഷം മനസ്സിനെ വ്യാപരിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ, അത് നമുക്കിങ്ങനെ പറയാം, ധ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്കും ആ സ്ഥലം ഏറ്റവും നല്ലതാണ്. അത് പോകുമ്പോൾ, ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് അറിയാനാകും. വല്ലപ്പോഴും മാത്രമേ ഇതിലെ വാഹനങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ അത്യാവശ്യം ആദ്യം ഓടിച്ചു പഠിക്കാൻ പറ്റിയൊരു സ്ഥലം പോലെ തോന്നി. ഒരു റിലാക്സ്ഡ് ഡ്രൈവിംഗ് അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയാം എന്തുകൊണ്ടാണ് ഈ യാത്രകളെ ഞാൻ പ്രണയിക്കുന്നതെന്ന്. അതിന് കാരണം ചിന്തകളുടെ വന്യത എനിക്ക് ഭയമാണ്. ചിന്തയെ അടക്കിയ ബുദ്ധനെ ചിത്തിലേറ്റി ബോധിവൃക്ഷം പോലെ പടർന്ന ആത്മാവിൻ്റെ തണലിൽ ജീവൻ്റെ ഒരു മോക്ഷയാനം, അതാണ് ഏകാന്തമായ സഞ്ചാരം നൽകുന്ന ഫീല്. വനത്തിനുള്ളിലൂടെയാണ് നമ്മുടെ യാത്ര. കാട്ടുപന്നി, കാട്ടുകോഴി, മലയണ്ണാൻ, മയിൽ, വേഴാമ്പൽ, പാമ്പുകൾ മുതലായവയുടെ സാന്നിധ്യമുള്ള കാടാണിതെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. കാട്ടുകോഴികളെ കണ്ടതാണ്. കാർ നിർത്തി ക്യാമറ റെഡിയാക്കിയപ്പോൾ അവർ പറന്നുപോയി. ഇതുവഴിയുള്ള യാത്രയ്ക്ക് ഭംഗി അത്രയ്ക്കുള്ളതുകൊണ്ടാണ് ഈ ട്രാവൽ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോസ് ലെങ്തി ആകുന്നത് ഇതുകൊണ്ടാണ്. കയ്യിൽ കിട്ടുന്നതൊന്നും ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി കേട്ടോ. ഒടുവിൽ നമ്മൾ സഞ്ചരിച്ച് ആനകുളം കവലയിലെത്തി. അവിടെ കുടുക്കത്തുപാറ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാനുള്ള വഴിയുടെ ആർച്ച് ഞാൻ കണ്ടു. അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രം ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടും. ആളൊന്നിന് 30 രൂപയാണ്. പിന്നെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു പോകുന്നവരുണ്ട് കേട്ടോ. പിന്നെ കാട്ടിലെ ജീവജാലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അവിടെ ചുവരിൽ ചിത്രങ്ങൾ വരച്ചും എഴുതിയും വച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. അവിടെ 2 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്വൈസുകളും തന്നു. വളരെ സ്നേഹമുള്ള നല്ല ആൾക്കാരായിരുന്നു അപ്പോൾ ആ ഫോറസ്റ്റ് ഓഫീസിലുണ്ടായിരുന്നവർ. പിന്നെ വാഹനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് പ്രത്യേകിച്ച് ചാർജ് അവർ ഈടാക്കുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ വാഹനത്തെ അവിടെ തന്നെ പാർക്ക് ചെയ്തു. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉള്ള ഒരു സ്ഥലം കണ്ടു. അവിടെ വേപ്പ് പോലുള്ള പുതിയ എന്തോ മര തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫെൻസിങ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ ഇരുവഴികളായി തിരിയുന്നത് കണ്ടു. അതിലെ ഇടത്തേക്കുള്ള വഴിയിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ശരിക്കും അത് തന്നെയായിരുന്നു ശരിയും. മദ്യപാനവും പുകവലിയും ഒന്നും ഇവിടെ പാടില്ല കേട്ടോ. വൈദ്യുതി പ്രവാഹമുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ സൂക്ഷിക്കുക. അതിൽ ചെന്ന് പിടിച്ച് നോക്കരുത്. ഓക്കെ. രസമല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ വനത്തിനകത്തൂടെ നടക്കാൻ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? വളരെ സ്വസ്ഥമായ, അല്ലേ, സ്വസ്ഥമായ പ്രകൃതി.
അങ്ങോട്ടൊക്കെ എന്തോ ഒരു ചെറിയ ഊടുവഴിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ വാഹനം കൊണ്ടുവരാൻ പറ്റും. ചെക്ക് പോസ്റ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ 1.5 കിലോമീറ്റർ ചെറിയൊരു ഓഫ് റോഡാണ്. 4 വീൽ ഡ്രൈവ് ഫെസിലിറ്റി ഉള്ള വാഹനമാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുവരാം. ആ ചെക്ക് പോസ്റ്റിൽ ഇരുന്ന ആൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, വാഹനം കൊണ്ടുപോയി അടിവശം തട്ടി എന്തെങ്കിലും പ്രോബ്ലം ആയാൽ കംപ്ലൈൻറ്റ് പറയരുത്, വാഹനം കൊണ്ടുപോകാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ വാഹനത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഞാൻ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. കുറച്ച് ദൂരം കഴിഞ്ഞാൽ പിന്നെ സിമൻ്റ് ഇട്ടതാണ്, പക്ഷേ എങ്കിലും അവസ്ഥ ഇങ്ങനെ പരിതാപകരമാണ്. എൻ്റെ കയ്യിൽ ഒരു ഹാഫ് ബോട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ ഇതുപോലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ കൊണ്ടുവരാറില്ല. ഞാൻ മുൻപൊക്കെ നല്ല വെള്ള ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് മിനുക്കിയായിരുന്നു യാത്രകളൊക്കെ ചെയ്യാറ്. പിന്നെ പഠിച്ചു, ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു തരം മുഷിഞ്ഞ കളറിലുള്ള മണ്ണിൻ്റെ നിറമുള്ള പച്ച, ആഷ് അങ്ങനെയൊക്കെ വരുന്ന നിറങ്ങളില്ലേ, അതുപോലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതാണ് നല്ലത്. ഇവിടെയൊക്കെ ആകെ ഉള്ളത് ഞാൻ കണ്ടത് വാനരന്മാരെയാണ് കേട്ടോ. അവർക്കും ഈ ബ്രൈറ്റായിട്ടുള്ള നിറങ്ങൾ കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള നിറങ്ങൾ ആണ് കാട്ടിലേക്കുള്ള യാത്രയ്ക്ക് നല്ലത്. ഇതാ കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ, കാട്ടുതീ തടയൂ, വനം സംരക്ഷിക്കൂ എന്നുള്ള ബോർഡുണ്ട്. ഇതൊക്കെ നമ്മുടെ പൗരൻ്റെ ഉത്തരവാദിത്വങ്ങളല്ലേ. ഇവിടെയൊക്കെ നോക്കൂ, ശരിക്കും ഒരു വനം അല്ലേ. വലിയ മരങ്ങൾ, ചെറിയ ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, അങ്ങനെ വനം ഒരു ധനം. വരും തലമുറകൾക്കായി കാത്ത് സൂക്ഷിക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. യാത്ര ചെയ്ത് നടന്നു വരുന്നു തളരുകയാണെങ്കിൽ കുറച്ച് വിശ്രമിച്ച് പോവാം. ഒന്നര കിലോമീറ്റർ എന്നാണല്ലോ പറഞ്ഞേ, 1.5 അല്ലേ. അങ്ങനെ ഒരു അരമണിക്കൂർ കാട്ടിലൂടെ നമ്മൾ നടന്നു കാണും. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം. മുന്നത്തെ പോലെ അല്ല, കാടിന് ഒരു ഇരുൾച്ച, മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നി. കാട്ടിലെ വൈവിധ്യമാർന്ന ശബ്ദങ്ങളെ ആസ്വദിക്കണമെങ്കിൽ കുറച്ചു നേരം മിണ്ടാതിരിക്കണം. കാട് സംസാരിക്കുമത്രേ. ഉരുൾപൊട്ടലിന് മുമ്പേ കാട്ടിൽ മൂളൽ കേൾക്കുമെന്ന് ആരോ പറയുന്നത് കേട്ടു. നമുക്ക് കുറച്ചുകൂടി കാടിൻ്റെ ഡെപ്ത് അറിയണം. കാട്ടിൽ ജീവിക്കുന്നവരെ തേടി നമുക്കൊരിക്കൽ യാത്ര പോകണം. പണ്ടൊരിക്കൽ ചാത്തൻകോട് കാട്ടുമൂപ്പൻ്റെ ഊരിൽ നിന്ന് കപ്പയും പുഴമീനും കൂവയിലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് തന്നു. കുടിപ്പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ വെച്ച് ഞങ്ങൾ 2-3 പേർ ചേർന്നത് കഴിച്ചു തോർത്തു. അന്ന് അഗസ്ത്യമലയിലെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് റിസർച്ച് ചെയ്ത MG കോളേജിലെ ടീച്ചേഴ്സിനു വേണ്ടി കാട് കയറി നടന്നതാണ്. പഠിത്തവും ഗവേഷണവും ഒക്കെയായി വിദ്യാഭ്യാസത്തെ പ്രണയിച്ചിട്ടും തലവര കനിഞ്ഞില്ല. ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഈ കാവ് കണ്ടു കേട്ടോ. നോക്കൂ, മുൻപത്തെ വീഡിയോയിലും നമ്മൾ കാവിനെ പരിചയപ്പെട്ടതായിരുന്നു. ഇത് കുടുക്കത്തുപാറ കാവ്. അങ്ങോട്ട് വഴി കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരിക്കും. അവരുടെ ആരാധനാമൂർത്തിയും അതിൻ്റെ കാവുമായിരിക്കും. കുറച്ചു നേരം ഞാൻ ആ കാവിൻ്റെ പരിസരത്ത് നിന്നു കേട്ടോ. പ്രാർത്ഥനകൾ മാത്രമാണല്ലോ ബലം. ഇനിയും ഇതുപോലെ
നല്ല യാത്രകൾ പോകാൻ കഴിയണേ എന്ന്, അതിനുള്ള ആരോഗ്യം ഉണ്ടാവണേ എന്ന്, ആയുസ്സും. അങ്ങനെ എനിക്ക് വേണ്ടി മാത്രമല്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു. പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ടാവണം. സമയം നോക്കിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 12:30 മണിയാകുന്നു. കുടുക്കത്തുപാറ കാവ്. സന്ദർശകരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ ബുക്കിൽ 20 പേര് ആൾറെഡി ഇങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊപ്പം ഞാൻ ബുക്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 30 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. വാഹനം അനുവദിക്കുന്നുണ്ട്, അതിന് ഫീസുണ്ട് കേട്ടോ. വേറെ ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തെന്മല റൂട്ടിലേക്ക് വരുമ്പോൾ ഓന്തുപച്ച എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിയണം. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങിങ്ങായിട്ട് അവർ പാർക്കിംഗ് ബെഞ്ചൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. യാത്ര ചെയ്ത് തളർന്നവർക്ക് വന്നിരിക്കാനും റെസ്റ്റ് ചെയ്ത് പോകാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. മുൻപൊക്കെ ഇതുപോലുള്ള പാറകളും വനങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ ദയവേത് കാണുമല്ലോ. അതിലൊക്കെ ഞാൻ കൊടുത്ത മാർക്ക് മാക്സിമം 4 ഔട്ട് ഓഫ് 10 ആണ്. ഇതിന് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കാരണം എന്താണ് ഇവിടെ അവൈലബിളായ സാധ്യത, ആ സാധ്യതയിൽ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും എന്ന് വനം വകുപ്പും ടൂറിസവും ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു നല്ല ഒരു ട്രീ ഇവിടെ വീണ് കിടക്കുന്നു. ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാറില്ലേ. ചെറിയ വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. എന്താ മാരുതി ആൾട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കുടുക്കത്തുപാറ എന്ന് പറയുന്ന എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ഈ സ്പോട്ടിലെ പാർക്കിംഗ് ഏരിയ. ഇവിടെ നമുക്കിങ്ങനെ വാഹനങ്ങളെ പാർക്ക് ചെയ്യാം. കണ്ടോ? അതുപോലെ ആ കയറ്റം കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ ട്രെക്കിംഗ് റോഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. വലിയ ക്വാളിറ്റി ഉള്ളതൊക്കെ 2000 ഉറുപ്പിക വരെ ആകും. ഇത് അത്രയ്ക്ക് ഹെവി ഡ്യൂട്ടി അല്ല എന്ന് തോന്നി. മഴ പെയ്യാനുള്ള സാധ്യത കൂടി വന്നു. നമുക്ക് ഇനിയും ഒത്തിരി നടന്ന് കയറാനുമുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ കണ്ട അതേപോലെ തന്നെയുള്ള വനത്തിലൂടെ കുറേ ദൂരം പിന്നെയും സഞ്ചരിച്ചു. ഒടുവിൽ കുടുക്കത്തുപാറ എക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും ബേസ് പോയിൻറ്റിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ പാറ ശ്രദ്ധിച്ചോ? മുൻപത്തെ വീഡിയോയിൽ നമ്മളിതിന് സമാനമായൊരു പാറ കണ്ടു. പക്ഷെ ശരിക്കും തിമിംഗലപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുടുക്കത്തുപാറയിലുള്ള ഈ ഒരു പാറയാണ്. ഇത് കണ്ടോ? ഉരുണ്ട് അങ്ങ് നീണ്ട് എത്രയോ ദൂരം. അതിൻ്റെ കണ്ണ് വരെ നമുക്ക് ഇവിടെ വിസിബിളാണ്, വായും ഒക്കെ. ഞാനിട്ട പേരല്ല കേട്ടോ, ഇത് തിമിംഗലപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് 360 സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെയും ഒരു ഗൈഡ് ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം മുകളിലേക്ക് പോകേണ്ടുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റുമൊക്കെ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. അടുത്ത വീഡിയോയിൽ അത് ഡീറ്റെയിലായി നമുക്ക് കാണാം. ഇതിലേക്കുള്ള യാത്രയുടെ സുഖവും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും അടുത്തത്. ആരും കാണാൻ മറക്കരുത്. ഒത്തിരി സ്നേഹത്തോടെ സാഫ്രോൺ.